മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് തിരികെ എത്തിയാൽ ഉടൻ തന്നെ ധനവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കും. മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പുകൾക്കെതിരെ നിരന്തരം ക്വാറി എഴുതുകയും വകുപ്പുകളുടെ പ്രവർത്തനം അട്ടിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ധനവകുപ്പിന്റെ പ്രവർത്തനം മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പിന് കീഴിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇത് മുമ്പേയുള്ള തീരുമാനത്തിന്റെ ഭാഗം കൂടിയാണ്. ധനവകുപ്പിന്റെ മേധാവി ചമേലിനെതിരെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മറ്റ് മന്ത്രിമാർക്കും പരാതിയുണ്ട്. ധനവകുപ്പിന്റെ ഫയൽ നീക്കത്തട്ടുകൾ വെട്ടിക്കുറയ്ക്കണമെന്ന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് പുതിയ നീക്കങ്ങൾ തുടങ്ങിയത്. സെക്രട്ടേറിയറ്റിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ തമ്മിലടിക്ക് പിന്നാലെ ധനവകുപ്പിന് അന്ത്യകൂദാശ കൂട്ടിന് യൂദാസും വരികയാണ് എന്ന തലക്കെട്ടോടുകൂടി പൊതുഭരണ വകുപ്പിനെതിരെ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നോട്ടീസ് വിതരണം തുടങ്ങി. പുതിയ നീക്കം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ്. ധനവകുപ്പിന്റെ സ്വതന്ത്ര അധികാരം എടുത്തുകളഞ്ഞ് മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പിന് കീഴിലെ ഉപവകുപ്പാക്കി മാറ്റാൻ ഉന്നതർ നടത്തിയ ഗൂഢാലോചനയാണ് റിപ്പോർട്ട് എന്ന് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ധനമന്ത്രി അടക്കം മൗനം പാലിക്കുകയാണ് എന്നും അവർ കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി തന്റെ വകുപ്പ് ഹൈജാക്ക് ചെയ്യുന്നതിൽ മന്ത്രി KN ബാലഗോപാലിന് ഒരു പരാതിയുമില്ല. ഇപ്പോൾ വകുപ്പുകൾ ഭരണാനുമതി നൽകുന്ന പദ്ധതികൾക്ക് സാമ്പത്തിക അനുമതി നൽകുന്നത് ധനവകുപ്പാണ്. ഇനി 2 അനുമതികളിലും ഭരണവകുപ്പിലേക്ക് മാറ്റുന്നതടക്കമുള്ള പരിഷ്കാരം വരും എന്നാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആശങ്ക. റിപ്പോർട്ടിന് പിന്നിൽ പ്രവർത്തിച്ച പൊതുഭരണ വകുപ്പിൽ 6 സ്പെഷ്യൽ സെക്രട്ടറിമാർ മാത്രമേ പാടുള്ളൂ എന്നിരിക്കെ 20 പേരെ വാഴിക്കുകയാണ് എന്ന് അസോസിയേഷൻ ആരോപിച്ചു. ശുപാർശ നടപ്പാക്കിയാൽ ധനവകുപ്പിലെ അനാവശ്യ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നത് വഴി സ്ഥാനക്കയറ്റ സാധ്യത ഇല്ലാതാകും എന്നതിനാലാണ് എതിർപ്പ് എന്നാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ വിശദീകരണം. സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കും ഇടയിൽ ഫയൽ നോക്കാൻ 2 തട്ടേ പാടുള്ളൂ എന്നാണ് ഭരണ പരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാൽ സർവീസ് റൂൾസ്, ഫിനാൻഷ്യൽ കോഡ്, ട്രഷറി കോഡ് തുടങ്ങി 15ഓളം ചട്ടങ്ങൾ എങ്ങനെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന് പരിശോധിച്ചു വേണം ഫയലിൽ കുറിപ്പെഴുതാൻ എന്നാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ബജറ്റ് ആസൂത്രണം, കടമെടുപ്പ്, തിരിച്ചടവുകൾ, ചെലവുകളുടെ അപഗ്രഥനം തുടങ്ങി മനുഷ്യ വിഭവശേഷി ഏറെ വേണ്ട പ്രവർത്തനങ്ങളാണ് ധനവകുപ്പിന്റേത് എന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇത്രയൊന്നും ആർഭാടങ്ങൾ വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ധനമന്ത്രി തോമസ് ഐസക് ആയിരുന്നപ്പോൾ തന്നെ ധനവകുപ്പിന്റെ സിറകരിയാൻ പിണറായി തീരുമാനിച്ചതാണ്. ധനവകുപ്പിന്റെ പിടിയിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനം എടുത്തത്. വകുപ്പുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കാനാണ് നീക്കം. 22 വർഷങ്ങൾക്ക് ശേഷമാണ് ബൃഹത്തായ മാറ്റത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. റൂൾസ് ഓഫ് ബിസിനസ്സിലാണ് സർക്കാർ മാറ്റം കൊണ്ടുവരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണം നിർവഹിക്കുന്നത്. സാധാരണഗതിയിൽ സർക്കാരിന് മുന്നിലെത്തുന്ന ഫയലുകളൊക്കെ ധനകാര്യ വകുപ്പിന് അയക്കാറാണ് പതിവ്. ധനകാര്യ വകുപ്പ് സർവ്വ ഫയലുകളിലും ക്വാറിയിട്ട ശേഷം പദ്ധതി തന്നെ ഇല്ലാതെയാക്കുന്നു. ധനമന്ത്രിയാണ് സംസ്ഥാനത്തെ സർവാധികാരി. മുഖ്യമന്ത്രിയെക്കാളും വില ധനമന്ത്രിക്കാണ്. പിണറായി വന്നതോടെയാണ് സ്ഥിതിക്ക് വ്യത്യാസം വന്നത്. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഐസക് മിന്നിയത് ഇങ്ങനെയാണ്. ബിശ്വാസ് മേത്ത ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നിയമ ഭേദഗതിക്കുള്ള നിർദ്ദേശം സമർപ്പിച്ചത്. ബിശ്വാസ് മേത്തയെ പിണറായിയാണ് തീരുമാനിച്ചത്. 2018 ഓഗസ്റ്റ് 24-ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് കമ്മിറ്റിയുടെ ഭേദഗതി നിർദ്ദേശം പരിഗണിച്ചത്. തുടർന്ന് നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. 10 പ്രധാന നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചത്. എല്ലാം ധനവകുപ്പിനെ തുരങ്കം വെക്കുന്നത്. ഭരണവകുപ്പിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് പ്രധാന നിർദ്ദേശം. ധനബാധ്യതയില്ലാതെ തസ്തിക സൃഷ്ടിക്കുക എന്നത് ഇതോടെ എളുപ്പമാകും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതും ശമ്പളത്തിനുള്ള തുക കണ്ടെത്തുന്നത് അവരുടെ ഫണ്ടിൽ നിന്നാണ്. ശമ്പളം കൊടുക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാരിനെ ആശ്രയിക്കുന്നേയില്ല. എന്നാൽ ഇവിടങ്ങളിൽ തസ്തിക സൃഷ്ടിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. അനുമതി നൽകേണ്ടത് ധനവകുപ്പാണ്. സംസ്ഥാനത്ത് ഓടുന്ന പണം മുഴുവൻ ധനവകുപ്പിന്റെ വകയാണ് എന്നാണ് സർക്കാരിന്റെ വിചാരം. ഭേദഗതി അംഗീകരിച്ചാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വകുപ്പിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. ഇത്തരം കാര്യങ്ങളിൽ വകുപ്പിന് സ്വതന്ത്ര തീരുമാനമെടുക്കാമെന്ന് കാണിച്ച് നിരവധി ഉത്തരവുകൾ ഇറക്കിയെങ്കിലും ഒന്നും ധനവകുപ്പ് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. മാത്രമല്ല, മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കീഴിൽ മതിയെന്നാണ് സർക്കാരിന്റെ തീരുമാനം.